അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു മുതവല്ലിയ വിദ്യാർത്ഥികളെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മലബാറിലെ ഇസ്ലാം മാലിക് ഇബ്നു ദീനാർ മുതൽ നൂറുൽ ഉലമ വരെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ വെളിച്ചം കേരളത്തിലെത്തിയിട്ടുണ്ട്. പശ്ചിമഘട്ടം മുതൽ അറബ് കടൽ വരെയും കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശമാണ് കേരളം. ആ കാലഘട്ടത്തിലെ അറബികൾ മലയാളത്തിലെ മല എന്ന പദവും കര എന്ന അർത്ഥം വരുന്ന അറബി പദവും ചേർത്താണ് അവർ മലബാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 7-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് ഇസ്ലാം എത്തുന്നത്. മാലിക് ഇബ്നു ദീനാറും സംഘവുമാണ് കേരളത്തിലേക്ക്, അതായത് കൊടങ്ങല്ലൂരിലേക്ക് അന്ന് അവർ വരികയാണ്. തുടർന്ന് അവിടുത്തെ രാജാവായിരുന്ന ചേരുമാൻ പെരുമാളുമായി അവിടുന്ന് സംവദിക്കുകയും അവിടുന്ന് അവിടെ തങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് ചേരുമാൻ പെരുമാൾ അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലുടനീളം പള്ളികൾ നിർമ്മിക്കാനുള്ള സമ്മതവും അവിടുന്ന് കൊടുത്തു. അങ്ങനെ 7ഓളം പള്ളികൾ അദ്ദേഹവും സംഘവും കേരളത്തിൽ നിർമ്മിച്ചു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കാസർഗോഡിലെ മാലിക് ദീനാർ പള്ളി. അദ്ദേഹം പ്രബോധനം ചെയ്യുകയും തുടർന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് അദ്ദേഹം വഫാത്താവുകയാണ്. അതാണ് ഒരു അഭിപ്രായം. രണ്ടാമത് ചില ആൾക്കാർ പറയുകയാണ് അദ്ദേഹം ഇവിടെ തന്നെ മറവിട്ട് കിടക്കുന്നുണ്ടെന്ന്. അങ്ങനെ മാലിക് ഇബ്നു ദീനാറിന് ശേഷം നൂറ്റാണ്ടുകൾ മലബാറിലെ പണ്ഡിതന്മാർ ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. കേരളത്തിലെ മലബാറിലെ മുസ്ലിമുകൾ പല രാജ്യങ്ങളിൽ പോയി വിദ്യ നുകരുകയും അവിടെ പോയി പ്രബോധനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് വ്യവസ്ഥാപിതമായ മാറ്റം വരുത്തുന്നത് മഖ്ദൂം തങ്ങൾ മുഖേനയാണ്, മഖ്ദൂം കുടുംബം മുഖേനയാണ്. മഖ്ദൂം കുടുംബം യമനിൽ നിന്ന് വരികയും അവർ കേരളത്തിൽ താമസിക്കുകയും ചെയ്തു. അതിൽ പ്രധാനിയായ ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമനാണ്. അദ്ദേഹം പൊന്നാനിയിൽ വലിയ ജമാഅത്ത് പള്ളിയിൽ അദ്ദേഹം പള്ളി ദർസ് ആരംഭിക്കുകയും ഈ സ്ഥാപനം കേരളത്തിലെ ആദ്യത്തെ ബിരുദ വിദ്യാലയമായി അറിയപ്പെടുന്നു. അതേ രൂപത്തിൽ ഇത് ചെറിയ മക്ക എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം 2ാം മഖ്ദൂം ഇസ്ലാമിന്റെ പ്രബോധകനായി കേരളത്തിൽ സേവനം ചെയ്തു. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനും കാളിയുമായിരുന്നു. അദ്ദേഹം ഉപരിപഠനത്തിനായി മക്കയിലേക്ക് പോയി അവിടുന്ന് പഠിച്ച് വന്നതിന് ശേഷം അദ്ദേഹം ഈ മതത്തിന്റെ വിഷയങ്ങളിൽ മാത്രമല്ലാതെ പോർച്ചുഗീസുകാരോട് പോരാടിക്കൊണ്ട് തന്റെ പ്രജകൾക്കും പോർച്ചുഗീസുകാരോട് പോരാടാനുള്ള പ്രേരണ നൽകി. സാമൂതിരിയുടെ കീഴിലായിരുന്നു അദ്ദേഹം പോർച്ചുഗീസുകാരോട് പോരാടിയിരുന്നത്. അദ്ദേഹത്തിന് ശേഷം മഖ്ദൂം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഹളറമൗത്തിൽ നിന്നും ചില സയ്യിദന്മാർ കേരളത്തിലേക്ക് വരികയുണ്ടായി. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക ഘടന രൂപപ്പെടുത്തുകയും ചെയ്തു ഇവർ വന്നുകൊണ്ട്. മലബാറിലെ മുസ്ലിം സമുദായത്തിലെ ആത്മീയവും സാമൂഹികമായ സ്വാധീനം ഇവർ മുഖേന ഉണ്ടാവുകയും ചെയ്തു. 1746 കോഴിക്കോടിൽ എത്തിയ ഷെയ്ഖ് സയ്യിദ് ജിഫ്രി
അദ്ദേഹത്തിന്റെ സഹോദരൻ സയ്യിദ് ഹസൻ ജഫ്രി, ഇവരെയൊക്കെ അന്നത്തെ രാജാവായിരുന്ന സാമൂതിരി അവരെ ഊഷ്മളമായി അവരെ സ്വീകരിച്ചു. ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രബോധനം അവർ ഈ കേരളത്തിൽ ചെയ്യുകയുണ്ടായി. ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ അവർ പങ്കെടുക്കുകയും ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ ജാതി വ്യവസ്ഥകൾ ഉള്ള കാരണത്താൽ ആ കാലഘട്ടത്തിലെ താഴ്ന്ന ജാതികൾ ഈ സയ്യിദന്മാരെ കണ്ട് അവരെ പ്രചോദിതരായിട്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ കാലഘട്ടം ഇങ്ങനെ ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങനെ കേരളത്തിൽ തുടർന്നു വരികയാണ്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലാണ് പ്രമുഖ പണ്ഡിതനും വിപ്ലവകാരിയുമായിരുന്ന ഉമർ ഖാദി മഖ്ദൂമാരുടെ കീഴിൽ അദ്ദേഹം പഠിക്കുകയും വെളിയങ്കോട് ഉമർ ഖാദി മഖ്ദൂമാരുടെ കീഴിൽ പൊന്നാനിയിൽ പോയി പഠിക്കുകയും തുടർന്ന് കേരളത്തിൽ സമരത്തിനും വിദ്യാഭ്യാസത്തിനും ധാരാളം പ്രബോധനങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. മഹാത്മാഗാന്ധിയുടെ നികുതി നിഷേധത്തിന് മുന്നേ തന്നെ, അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തോട് നികുതി നിഷേധ സമരം അദ്ദേഹം നടത്തുകയുണ്ടായി. ഭൂമിയുടെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ നികുതി ബ്രിട്ടീഷുകാർക്ക് നൽകുകയില്ല എന്ന് അദ്ദേഹം അവിടുന്ന് സമരം ചെയ്യുകയാണ്. അങ്ങനെ 21-ാം നൂറ്റാണ്ടിലാണ് നവോത്ഥാന പ്രസ്ഥാനം ഈ കേരളത്തിൽ വരുന്നത്. 1922-ൽ വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ ഐക്യസംഘം എന്ന പുതിയൊരു സംഘടന, ഇസ്ലാമിനെ തെറ്റിക്കാൻ വേണ്ടി ഒരു പുതിയ സംഘടന അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അതിനെ എതിർത്തുകൊണ്ട് ഇസ്ലാമിന്റെ ആശയം അതേ രൂപത്തിൽ, പാരമ്പര്യം അതേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ലക്ഷ്യത്തോടെ ഒരക്കൽ മുല്ലക്കോയ തങ്ങളും അവിടുത്തെ സംഘങ്ങളും തുടർന്ന് ചേർന്ന് 1926-ൽ അവർ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കുകയുണ്ടായി. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ വഹാബികളോട് ധാരാളം സംവാദങ്ങളും അവരെ തകർക്കുകയും ചെയ്തു. അങ്ങനെ 1951-ൽ നൂറുൽ ഉലമ MA ഉസ്താദ് അവരുകൾ ഈ സമസ്തയിൽ ചേരുകയും അവിടുന്ന് തുടർന്നങ്ങോട്ട് മദ്രസ പ്രസ്ഥാനവും അവിടുന്ന് ആരംഭിക്കുകയുണ്ടായി. ഈ മദ്രസ പ്രസ്ഥാനം കൊണ്ട് കേരളത്തിൽ ധാരാളം ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് അവർ പഠിക്കുകയുണ്ടായി. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർ പഠിക്കുകയുണ്ടായി. അങ്ങനെ പല സംവാദങ്ങളും സമസ്തക്കിടയിലും വഹാബികൾക്കിടയിലും നടക്കുകയാണ്. അങ്ങനെ ശംസുൽ ഉലമയും ഖമറുൽ ഉലമയും നൂറുൽ ഉലമയും തുടർന്നുള്ള മഹാ മനുഷ്യർ ഇതിലൊക്കെ ഇടപെടുകയും അവരെ തകർക്കുകയും ചെയ്തു. അങ്ങനെ 1989-ലാണ് സമസ്ത രണ്ട് പിളർപ്പാവുന്നത്. അതിൽ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും തുടർന്നുള്ള മഹാ പണ്ഡിതന്മാർ അവിടുന്ന് ഇറങ്ങി വരികയും സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം അതേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടു കൂടെ അവിടുന്ന് അവർ ഇറങ്ങി വരികയാണ്. തുടർന്ന് അവർ കേരളത്തിൽ ധാരാളം വിപ്ലവങ്ങൾ ഇന്നും ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനായ MA ഉസ്താദ് പണിതെത്തിയ ഒരു സ്ഥാപനമാണ് ജാമിയ സയ്യിദിയ. MA ഉസ്താദ് നല്ലൊരു എഴുത്തുകാരനും സമയമൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃത്യനിഷ്ഠതയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നൂറുൽ ഉലമ MA ഉസ്താദ്.
സഅദിയെ അബ്ദുൽ ഖാദർ ഹാജി എന്ന് അവിടുന്ന് സ്വീകരിക്കുകയും തുടർന്ന് അങ്ങോട്ട് ധാരാളം വർഷം ഇവിടെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ സമസ്തയുടെ ദീർഘകാലം വൈസ് പ്രസിഡന്റ് ആവുകയും തുടർന്ന് താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം 2014 അവിടുന്ന് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ 2015 ഫെബ്രുവരി 17 റബീഉൽ ആഖിർ 28-നാണ് MA ഉസ്താദ് അവിടുന്ന് വഫാത്താവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം അറിയിക്കുന്നു. വാഹദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.